ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനെ കുറിച്ച് സംസാരിച്ച വേണുവിനോട് കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായി പ്രിയങ്കയും രാധമ്മയും ആവശ്യപ്പെടുന്നു. താൻ ന്യൂസ് പേപ്പറിൽ കണ്ട ആ വാർത്ത വേണു ഉടനെ തന്നെ അവിടെ വന്ന ഋതിക മേഡത്തോട് അറിയിച്ചു. കയ്യിൽ കിട്ടിയ ആ വാർത്ത, ആ നോട്ടീസ് ഋതിക മേഡത്തെ കൂടി കാണിച്ചു. അത് വായിച്ചു നോക്കിയ ഋതിക വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഈ കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നത് 25 ലക്ഷമാണ്. അത് കേട്ടതോടെ രാധമ്മയുടെയും പ്രിയങ്കയുടെയും കണ്ണുകൾ തള്ളി. 25 ലക്ഷമോ? ഓ, അത് സമ്മതിക്കണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വേണു ആകെ നിരാശനായിട്ട് അങ്ങനെ ഇരുന്നു. ഉടനെ രാധമ്മ പറഞ്ഞു, എന്തായാലും ഈ ഒരു കുക്കിംഗ് മത്സരത്തിൽ പങ്കെടുത്താൽ ഇത്രയും വലിയൊരു തുക കിട്ടുമെങ്കിൽ അതിലും വലുത് വേറൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോഴാണ് പ്രിയ പറഞ്ഞത്, എന്തായാലും അമ്മ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്ക്. അപ്പൊ പിന്നെ 25 ലക്ഷം നമുക്ക് കിട്ടുകയും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇതുവരെ പരിഹരിക്കപ്പെടുകയും ചെയ്യുമല്ലോ. അത് കേട്ട ഉടനെ തന്നെ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കേട്ട് ഉടനെ പ്രിയ പറഞ്ഞു, അമ്മ എന്തായാലും ഇതിനൊന്ന് ശ്രമിച്ചു നോക്ക്. അപ്പോഴേക്കും ഇങ്ങനെ ഒരു ആഗ്രഹം പ്രിയ പറയുന്നത് കേട്ട് ഹൃതിക പറഞ്ഞു, പക്ഷേ രാധമ്മയ്ക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. കാരണം വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയാത്ത ആളുകൾ വേണം ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് സമ്മാനമായിട്ട് 25 ലക്ഷം കിട്ടുകയുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതും ഇത് കേട്ട ഉടനെ, അയ്യോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്നോർത്ത് പ്രിയ ആകെ നിരാശയായി. ഇതെല്ലാം കേട്ടിരുന്ന വേണു പറഞ്ഞു, അതിനിപ്പോ എന്താ പ്രശ്നം? ഈ വീട്ടിൽ വിവാഹം കഴിഞ്ഞ് 1 വർഷം ആകാത്ത ആളുണ്ടല്ലോ, അവർക്ക് പങ്കെടുക്കാവല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ പ്രിയ ചോദിച്ചു, ആര്, ഞാനാണോ അച്ഛാ എന്ന് ചോദിച്ചു. രാധമ്മയുടെ ശിക്ഷണത്തിൽ കുക്കിംഗ് പഠിച്ച ആളായാലും മതിയല്ലോ എന്ന് ചോദിച്ചപ്പോ പ്രിയ പറഞ്ഞു, ഞാനാണോ അച്ഛാ എന്ന് പ്രിയ അതിശയപ്പെട്ട് ചോദിച്ചത്. ഓ പിന്നെ, വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയാത്ത ആള്. നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഋതിക മേഡത്തിന്റെ കാര്യം പറഞ്ഞത് എന്ന് വേണു അറിയിച്ചു. അപ്പോഴേക്കും ഋതികയും ആകെ അതിശയപ്പെട്ടു. ഏ അയ്യോ, ഞാൻ എങ്ങനെയാ അങ്കിൾ, എനിക്ക് കുക്കിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോഴേക്കും രാജു വീട്ടു സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വാങ്ങിച്ചത് ആ ബിഗ് ഷോപ്പർ ടേബിളിലേക്ക് വെച്ചിട്ട് ചോദിച്ചു, എന്താ എല്ലാവരും കൂടി ഒരു സംസാരം? അപ്പോഴേക്കും വേണു പറഞ്ഞു, അതെ, ഇവിടെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്നും അതിൽ ആ പാചക മത്സരത്തിൽ ഋതിക മേഡം പങ്കെടുക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന്. ഉടനെ ഋതിക പറഞ്ഞു, ഞാൻ പങ്കെടുത്ത എന്തായാലും പ്രൈസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഋതിക പറഞ്ഞപ്പോ അത് കേട്ട് നിന്ന രാധമ്മ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, തീർച്ചയായിട്ടും ഋതിക മേഡത്തിന് ഇതിൽ സമ്മാനം നേടാൻ കഴിയും. കാരണം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്, പ്രത്യേകിച്ച് പാചകം പഠിക്കുന്നത് ഓരോരുത്തർ പറഞ്ഞു കൊടുത്തും കാണിച്ചു കൊടുത്തുമൊക്കെ, അങ്ങനെ കേട്ടും ഒക്കെയാണ് കാര്യം പഠിച്ചെടുക്കാറുള്ളത്. ഇവിടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഋതിക മേഡത്തിനോട് പറഞ്ഞു തന്നപ്പോ, അന്ന് വർമ്മ സാറ് വന്ന് ഭക്ഷണം കഴിക്കാനായി അന്ന് വന്നപ്പോ സാറിന് കൊടുത്ത വിഭവങ്ങളിൽ ഋതിക മേഡം ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് അന്ന് സാറ് പറഞ്ഞ കാര്യം ഋതിക മേഡത്തിന് ഓർമ്മയില്ലേ? സാറ് മുമ്പെങ്ങോ കഴിച്ച ഭക്ഷണത്തിന്റെ രുചി സാറിന്റെ നാവിൽ നിന്ന് അതുപോലെ തന്നെ തോന്നിയെന്ന്. അതായത് ഞാൻ പറഞ്ഞു തന്ന അനുസരിച്ച് ഋതിക മേഡം ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഭക്ഷണത്തിനോടൊപ്പം ഋതിക മേഡത്തിന്റെ ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വന്നെങ്കിൽ അത് ഋതിക മേഡത്തിന്റെ കൈപുണ്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ മേഡത്തിന് ഇത് ചെയ്യാൻ സാധിക്കും, മേഡത്തിന് ഇതിൽ വിജയിക്കാനും കഴിയും എന്ന് രാധമ്മ അറിയിച്ചു. അത് കേട്ടതും പ്രിയ പറഞ്ഞു, ശരിയാ, ഋതിക മേഡം ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. അമ്മയുടെ ശിക്ഷണത്തിൽ ഒന്നുകൂടി കൂടുതൽ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടിരുന്ന വേണു പറഞ്ഞു, അതെ, ഋതിക മേഡത്തിന് ഇത് സാധിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴേക്കും രാജുവും പറഞ്ഞു, അതെ മേഡം, മേഡം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, മേഡത്തിന് സാധിക്കുമെന്നേ എന്ന് രാജു പറയുമ്പോൾ എല്ലാവരുടെയും വളരെ കോൺഫിഡൻസോടെയുള്ള സംസാരം കേട്ട് ഋതിക പറഞ്ഞു, ഓ ശരി ശരി രാധമ്മേ, എന്നാ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോ ഉടനെ പ്രിയ പറഞ്ഞു, എന്തായാലും ഈ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് തന്നെ പ്രൈസ് കിട്ടും, അത് യാതൊരു സംശയമില്ല, മേഡത്തിന് തന്നെ കിട്ടും. ഉടനെ തന്നെ എന്നാ ആ സാധനങ്ങളൊക്കെ നമുക്ക് ഉടനെ മേടിക്കാം. അപ്പോഴേക്കും വേണു പറഞ്ഞു, അതെ രാജു, നീ ഈ സാധനങ്ങളൊക്കെ അടുക്കളയിലേക്ക് എടുത്ത് വെക്കും, എന്നിട്ട് എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്നും എന്തൊക്കെ ഐറ്റംസാ ഇനി വേറെ വാങ്ങിക്കേണ്ടതെന്നും, ഇത് മാത്രം പോരല്ലോ, ഇനി വേറെ കുറെ സാധനങ്ങൾ കൂടി പാചകത്തിനായിട്ട് വേണം, അതിന്റെ ലിസ്റ്റ് ഇവർ തന്നുവിടും, അത് നീ പോയി വാങ്ങിച്ചിട്ട് വാ എന്ന് വേണു രാജുവിനോട് അറിയിച്ചു. അത് കേട്ടതോടെ പ്രിയ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ, എന്തിനാ രാജു പോകുന്നത്? ഞാനേ ഇപ്പൊ തന്നെ ജേട്ടനോട് വിളിച്ച കാര്യം പറയാം, ജേട്ടന് ലിസ്റ്റ് അയച്ചു കൊടുത്തോളാം, ജേട്ടൻ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നോളും എന്ന് പറഞ്ഞ് പ്രിയ രാധമ്മയുടെയും ഋതികയുടെയും കൂടെ ആ സാധനങ്ങളുമായി നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോഴേക്കും വേണു ആശ്വാസത്തോടെ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് രാജു ചോദിച്ചു, എന്തു പറ്റി, അച്ഛന്റെ മുഖത്തൊരു കള്ളലക്ഷണം എന്ന് ചോദിച്ചതും, കള്ളലക്ഷണോ? എനിക്കോ? എവിടുന്ന്? നിനക്ക് വെറുതെ തോന്നിയതാ രാജു എന്ന് വേണു അറിയിച്ചു. അത് കേട്ടതും രാജു പറഞ്ഞു, ഒന്നുമല്ല, അച്ഛന്റെ മുഖത്ത് ശരിക്കും ഒരു കള്ളലക്ഷണം കാണുന്നുണ്ട്. ഓ, തൽക്കാലം
ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് കൊണ്ട് തൽക്കാലം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന ഒരാശ്വാസം, അത്രേ ഉള്ളൂ. പിന്നെ ഇതെനിക്ക് ജന്മനാളുള്ള ഈ ഒരു ലക്ഷണം എന്ന് പറഞ്ഞതും രാജു ഉടനെ വേണുവിന്റെ കവളത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ശരി ശരി, ഒരു കള്ളലക്ഷണക്കാരൻ എന്ന് പറഞ്ഞ് രാജു അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും വേണു മനസ്സിൽ പ്രാർത്ഥിച്ചു, ഈശ്വര, അങ്ങനെ പത്മാവതി മേഡത്തിന്റെ ആദ്യത്തെ ആ ഒരു കടമ്പ കടന്നു കഴിഞ്ഞു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഈശ്വര എന്ന പ്രാർത്ഥനയോടെ വേണു അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പാചക മത്സരം നടക്കാൻ പോകുന്നതിനെ കുറിച്ച് രമ്യ അവരുടെ സംസാരമെല്ലാം ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ രമ്യ ആലോചിച്ചു, അത് ശരി, അപ്പം പണം കണ്ടെത്താനായിട്ട് ഇനി പാചക മത്സരമാണ് അവൾ നോക്കുന്നത്. എന്തായാലും ആ മത്സരത്തിൽ അവൾക്ക് സമ്മാനം കിട്ടാൻ പോകുന്നില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് രമ്യ മനസ്സിൽ ഉറപ്പിച്ചു. രമ്യ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ സമ്മാനം ഒരിക്കലും ഹൃതിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അതിനെന്താണ് വേണ്ടതെന്നതിനെ കുറിച്ച് രമ്യ തലപുകച്ചു. പിന്നീട് കാണുന്നത് പ്രതാപവർമ്മ തന്റെ ഫോണിൽ വന്ന് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എല്ലാം ഇത്രയും ഗംഭീരമാണെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല എന്നൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അടുത്ത് വന്ന് നിൽക്കുന്ന ശേഖറിനെ ശ്രദ്ധിച്ചത്. ശേഖർ കയ്യിൽ ഒരു ഫയലുമായി നിൽക്കുന്നത് കണ്ട് ഉടനെ പ്രതാപവർമ്മ പറഞ്ഞു, അതെ, എന്നാ ഞാൻ ഫോൺ വയ്ക്കുക. ശേഖരൻ കുറെ നേരമായിട്ട് ഇവിടെ ഒരു ഫയലുമായി വന്ന് എന്റെ അരികിൽ വന്ന് നിൽപ്പുണ്ട്, കാര്യം എന്താണെന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം കോള് കട്ട് ചെയ്തു. അല്ല, എന്താ ശേഖര നീ ഈ ഫയലുമായിട്ട് വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ശേഖരൻ പറഞ്ഞു, ഏട്ടാ ഇതൊന്ന് നോക്കിക്കേ, നമ്മുടെ ഫാക്ടറിയിലെയും മില്ലിലെയും ഒക്കെ ഫയലുകളാണ് എന്നറിയിച്ചു. ഓ, ഇതൊക്കെ നീ ക്രോസ് ചെക്ക് ചെയ്തതല്ലേ, അക്കൗണ്ട്സ് നോക്കിയതല്ലേ, ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഏട്ടനെ നോക്കിക്കേ എന്ന് പറഞ്ഞ് ആ ഫയൽ കൊടുത്തു. ഉടനെ ഫാക്ടറിയുടെ ഫയൽ കണ്ടതോടെ അതിലെ എല്ലാ വരവ് ചെലവ് കണക്ക് കണ്ടതോടെ അതിശയമായി പ്രതാപവർമ്മയ്ക്ക്. ഇതെന്താ ശേഖര, നീ ഇത്രയും വില കുറഞ്ഞ മെറ്റീരിയൽസോ ഇതെങ്ങനെ നീ സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശേഖരൻ പറഞ്ഞു, അതെ, മെയിൻ്റനൻസ് നടത്തുന്ന 2-3 കമ്പനികളുടെ ഡീറ്റെയിൽസ് കിട്ടി, അവരുമായിട്ട് സംസാരിച്ച് അവർ ഈ ഒരു എമൗണ്ടിന് ഫിക്സ് ചെയ്തതാണ്, അവര് ഈ എമൗണ്ട് എനിക്ക് നൽകിയതാണ്. അതെ, നമ്മുടെ രാജുവിന്റെ ഐഡിയ ആണ്, അതുകൊണ്ട് അത് വർക്കൗട്ടായി എന്ന് പറഞ്ഞു. ഉടനെ അത് കേട്ടതും പ്രതാപവർമ്മ പറഞ്ഞു, കൊള്ളാം, എന്തായാലും അത് നല്ലൊരു ഐഡിയയായി. അല്ല, ഇതിനിടയിലും രാജുവിന് ഇതിനൊക്കെ സമയം കിട്ടിയല്ലോ, അതെങ്ങനെ അവൻ ചെയ്തു എന്ന് ചോദിച്ചപ്പോ ശേഖരൻ പറഞ്ഞു, അത് ഏട്ടനും ചെയ്യുന്നുണ്ടല്ലോ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും, അപ്പോ അതുപോലെ തന്നെയാണ് അവനും കാര്യങ്ങൾ നോക്കുന്നത്. ഏട്ടന്റെ ശിക്ഷണത്തിലല്ലേ അവൻ വളർന്നു വരുന്നത്, അപ്പൊ പിന്നെ ഗുരുവായ ഏട്ടനെ പോലെ അവനും പ്രവർത്തിക്കാതിരിക്കില്ലല്ലോ എന്ന് ശേഖരൻ സംസാരിക്കുമ്പോ അവിടേക്ക് യാമിനി ശേഖരന് കുടിക്കാനുള്ള വെള്ളവുമായി എത്തി. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, എന്തായാലും ഫാക്ടറിയുടെ കാര്യത്തിൽ ഇത്രയും മാറി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലാഭം കിട്ടിയല്ലോ എന്ന് അതിശയപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ അംബികയും ദീപക്കും കൂടി അതിശയത്തോടെ അംബിക ചോദിച്ചു, അല്ല, എന്താ പ്രതാപം, ഫാക്ടറി ഇത്ര പെട്ടെന്ന് ലാഭത്തിലായോ? ഉടനെ പ്രതാപം പറഞ്ഞു, ലാഭത്തിലായെന്നല്ല ചേച്ചി, ഉടനെ തന്നെ ലാഭത്തിലാകും, അതാണ് പറഞ്ഞത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും അപ്പുറം ലാഭം ഉണ്ടാകും, അത് തീർച്ച എന്നറിയിച്ചു. ഉടനെ ദീപക് പറഞ്ഞു, ഓ, അതാണ് ഇത്ര വലിയ കാര്യം, എന്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ ഇതിന്റെ ഇരട്ടിയാകുമായിരുന്നു ലാഭം എന്ന് പറഞ്ഞു. എന്തായാലും ചേച്ചിയെ വിശ്വസിച്ച് ഞാൻ അന്ന് ഫാക്ടറി ദീപകിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ലല്ലോ അവസ്ഥ എന്ന് പ്രതാപം പറയുന്നത് കേട്ട് ദീപക് പറഞ്ഞു, അത് അമ്മാവന്റെ വെറും തോന്നല, എന്റെ കയ്യിൽ കിട്ടിയ ഇതിന്റെ 2 ഇരട്ടി ലാഭത്തിലായിരുന്നിരിക്കും ഇപ്പൊ ഫാക്ടറി പോകുക. അത് കേട്ടതും ഉടനെ പ്രതാപം പറഞ്ഞു, അത് ശരി തന്നെയാ, കാരണമേ 2 ഇരട്ടി ലാഭത്തിൽ പോകും, അതിൽ വേറെ സംശയമൊന്നുമില്ല. കാരണം നീ നോക്കുകയാണെങ്കിൽ ഫാക്ടറി പിന്നെ പ്രവർത്തിക്കേണ്ടി വരില്ലല്ലോ, ഫാക്ടറി നിർത്തലാക്കി കഴിഞ്ഞാ പിന്നെ അതിന്റെ ചെലവിലായിട്ട് പണം പോവില്ല, അപ്പൊ അത് പിന്നെ ലാഭമാവുമല്ലോ, പ്രോഫിറ്റ് ആയിട്ടല്ലേ വരികയുള്ളൂ എന്ന് പ്രതാപം പറഞ്ഞു ചിരിച്ചു. ഇത് കേട്ടു നിന്ന ശേഖരനും ചിരിച്ചുണങ്ങാൻ നിൽക്കുമ്പോൾ ഉടനെ കലി കയറി വന്ന ദീപക് പറഞ്ഞു, അതെ, അമ്മാവൻ എന്തിനാ എന്നെ അങ്ങനെ കളിയാക്കുന്നത്, നിങ്ങൾ അങ്ങനെ കളിയാക്കുകയൊന്നും വേണ്ട, എപ്പോഴും എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ കളിയാക്കലാണല്ലോ ഈ ഇടയായിട്ടുള്ള അമ്മാവന്റെ സ്വഭാവം, എന്റെ കാര്യത്തിൽ യാതൊരു മതിപ്പും ഇല്ലല്ലോ അമ്മാവനിപ്പോ എന്ന് പറഞ്ഞു. ഉടനെ ശേഖരൻ പറഞ്ഞു, നിന്റെ കാര്യത്തിൽ എന്ത് മതിപ്പ് കാട്ടാനാണ്, നീ ഇങ്ങനെ മുടിപ്പിക്കാനായി മാത്രം നടക്കുകയല്ലേ. ഉടനെ തന്നെ ശേഖരന്റെ സംസാരം കേട്ട് ദീപക് ശേഖരനോട് തട്ടിക്കയറി, അതെ, നിങ്ങളോട് ആരാ സംസാരിക്കാൻ പറഞ്ഞത്, ഞാൻ പ്രതാപൻ അമ്മാവനോട് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് ഇരിക്കണമെന്ന്, പക്ഷെ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അടങ്ങുമെന്ന് പറഞ്ഞ നിങ്ങളുടെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ അത് കേട്ടുനിന്ന പ്രതാപനോട് സംസാരിക്കുന്നത് കേട്ടുനിന്ന ശേഖരൻ ദേഷ്യത്തോടെ ദീപകിനെ നോക്കി. ഉടനെ തന്നെ ദീപക് അങ്ങനെയല്ല സംസാരിക്കുന്നത് കേട്ട് പ്രതാപൻ പറഞ്ഞു, ദീപക്കെ, നീ മര്യാദയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞപ്പോ
ദീപക് പറഞ്ഞു, അതെ, നിങ്ങൾ വലിയ മിനിസ്റ്ററൊക്കെ ആയിരിക്കാം, എൻ്റെ അമ്മാവനും ആയിരിക്കാം, പക്ഷേ നിങ്ങളെ എൻ്റെ നേരെ കിടന്ന് ചാടാൻ വരികയൊന്നും വേണ്ട. കുറെ നാളായി ഞാൻ ശ്രമിക്കണം. അതെ. അപ്പോഴേക്കും അംബിക ഉടനെ തന്നെ ദീപകിന് നേരെ തിരിഞ്ഞു. എടാ ദീപക്കെ, നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോഴേക്കും അംബികയോട് ദീപക് തട്ടിക്കയറി. നിങ്ങളല്ലേ ഞാൻ മര്യാദയ്ക്ക് അവിടെ കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഇവിടെ എന്തൊക്കെയോ പൂർവ്വ സ്വത്തുണ്ട്, കുറെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ടോ എനിക്ക് എന്തെങ്കിലും ആകാൻ കഴിഞ്ഞോ? വെറുതെ സമാധാനത്തോടെ ജീവിച്ച എന്നെ ഇവിടെ വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമാക്കി മാറ്റി. അങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പ്രതാപൻ ദേഷ്യപ്പെട്ടു. ദീപക്കെ, നീ മര്യാദയ്ക്ക് പെരുമാറാത്തത് കൊണ്ടല്ലേ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ എന്ന രീതിയിൽ സംസാരിക്കുമ്പോ ഉടനെ ദീപക് പറഞ്ഞു, അതെ, ഒരു ന്യൂജനെ കുറിച്ച് യാതൊരു മതിപ്പും ഇല്ലാത്ത, ഈ ന്യൂജനെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത കുറെ ബഫൂണായിട്ടുള്ള രണ്ട് അമ്മാവന്മാര് എന്ന് പറഞ്ഞ് മണ്ടന്മാര് എന്ന് പ്രതാപനെയും ശേഖരനെയും കുറിച്ച് ദീപക് പറഞ്ഞത് കേട്ട് പ്രതാപൻ ചാടി എഴുന്നിട്ടു. നീ എന്താടാ പറഞ്ഞത് എന്ന് ചോദിച്ച് ദീപകിന്റെ കോളറിന് പിടിക്കുന്നു. ഉടനെ ദീപക് പറഞ്ഞു, അതെ അതെ, എന്റെ കോളറിന് പിടിച്ചുള്ള കളിയൊന്നും വേണ്ട എന്ന്, നിങ്ങൾ വലിയ അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് ദീപക് പറയുമ്പോൾ, നീ എന്ത് ചെയ്യടാ എന്ന് ചോദിച്ചതും പ്രതാപന്റെ കൈ തട്ടി മാറ്റിയതും പ്രതാപൻ നേരെ സെറ്റിയിലേക്ക് ചെന്ന് വീഴുന്നു. ഈ കാഴ്ച കണ്ട ശേഖരനും ദേഷ്യത്തോടെ ദീപകിന് നേരെ തിരിയുമ്പോൾ അവിടേക്ക് ആ നിമിഷം തന്നെ രാജു എത്തി. രാജു കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച പ്രതാപന്റെ കൈകൾ തട്ടി പ്രതാപനെ നേരെ ദേഷ്യത്തോടെ സംസാരിക്കുന്ന ദീപകിനെയായിരുന്നു. അത് കണ്ടുകൊണ്ട് വന്ന രാജു ഉടനെ തന്നെ ദീപകിന് അരികിലേക്ക് എത്തി ദീപകിന്റെ കർണത്തടിക്കുന്നു. നീ എന്താടാ വർമ്മസാറിനെ ചെയ്തത്? നീ വർമ്മസാറിന് നേരെ കൈ ഉയർത്തോളാ എന്ന് ചോദിച്ച് പ്രതാപന്റെയും ശേഖരന്റെയും മുന്നിലിട്ട് ദീപകിനെ കുതിര തല്ലുന്നു. അങ്ങനെ തന്റെ മുഖത്ത് മാറി മാറി രാജു തല്ലുന്നതോർത്ത് ദീപകിന്റെ മുഖം അങ്ങനെ ചുളിഞ്ഞിരിക്കുമ്പോൾ ഇത്രയും നടന്ന സംഭവങ്ങൾ തന്റെ പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്ന് മനസ്സിൽ അങ്ങനെ കരുതിയ ദീപക് അതോർത്ത് മുഖം ചുളിച്ചങ്ങനെ നിൽക്കുന്നത് കണ്ട് ഉടനെ പ്രതാപൻ ചോദിച്ചു, എന്താ ദീപക്കെ, നീ എന്താ മുഖം ചുളിച്ച് എന്റെ നേരെ നോക്കുന്നത്? നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശേഖരനും യാമിനിയും ആ കാഴ്ച കണ്ട് ചിരിക്കുന്നു. ഉടനെ തന്നെ ദീപക് ആലോചിച്ചു, ഓ ഭാഗ്യം, ഞാൻ എന്റെ ദേഷ്യം കടിച്ചമർത്തിയത് എത്ര നന്നായി. എന്തായാലും ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചത് നല്ല കാര്യമായി. അല്ലായിരുന്നെങ്കിൽ ഇപ്പോ ശേഖരമ്മാവനും വലിയ പ്രതാപനമ്മാവനും കൂടി എന്നെ ശരിക്കും എടുത്തിട്ട് ചാമ്പ്യനെ, കൂടെ പിന്നാലെ എത്തിയ രാജുവും എന്നെ വാരിയനെ. ഇന്നത്തോടെ ഇവരുടെ എല്ലാവരുടെയും കൈക്ക് ഇരയായി തീരുമായിരുന്നു ഞാൻ. ഭാഗ്യം കൊണ്ട് എന്റെ ദേഷ്യത്തെ ഞാൻ നിയന്ത്രിച്ചതാണ് എന്തുകൊണ്ടും നന്നായത് എന്ന് ദീപക് ആലോചിച്ചു. അങ്ങനെ ദീപക് ആലോചിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് രാജു എത്തിയത്. രാജു കൂടി അവിടേക്ക് കയറി വന്നതോടെ ദീപക് എന്തായാലും കൃത്യസമയത്താണ് തന്റെ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി നടത്തിയത് എന്നുള്ള ആശ്വാസത്തിൽ ദീപക് തന്റെ ദേഹം രക്ഷിച്ചല്ലോ എന്ന് ആശ്വാസപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നത് കണ്ട് രാജു അരികിലേക്ക് എത്തി ചോദിച്ചു, എന്തു പറ്റി? എന്തോ വലിയ തമാശ നടന്ന പോലെയാണല്ലോ, എന്തെങ്കിലും കോമഡിയാണോ? എങ്കിൽ എന്നോട് കൂടി പറ എന്ന് രാജു ആവശ്യപ്പെട്ടു. ഉടനെ രാജുവിനോട് പറഞ്ഞു, വലിയ കോമഡി ഒന്നുമില്ല, പറയാം, അത് എന്താ തമാശയെന്ന് ഞാൻ നിന്നോട് പിന്നെ പറയാം എന്ന് ശേഖരൻ അറിയിച്ചു. ഉടനെ തന്നെ അവിടേക്ക് വന്ന രാജുവിനെ കണ്ട് യാമിനി ചോദിച്ചു, അല്ല രാജു, ഋതുമോൾ എവിടെ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും രാജു പറഞ്ഞു, ഞാൻ അക്കാര്യം പറയാൻ കൂടിയാ, വർമ്മസാറിനോട് പറയാൻ കൂടിയാ വന്നത്. അതെ, വേറൊന്നുമല്ല, ഇവിടെ റതിക മേഡം ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നു. അത് കേട്ട ഉടനെ കുക്കിംഗ് കോമ്പറ്റീഷനോ എന്ന് അതിശയത്തോടെ അംബിക ചോദിച്ചു. അതിന് എന്തെങ്കിലും അവൾക്ക് വെക്കാൻ അറിയാവോ എന്ന് അംബിക ചോദിച്ചു. അതെ, വെറുതെ ഇതുപോലെയുള്ള കോമ്പറ്റീഷനിലൊന്നും അവളോട് പങ്കെടുക്കണ്ടെന്ന് പറ. ഇപ്പോഴുള്ള പ്രതാപന്റെ ഇപ്പോഴുള്ള ഇമേജ് കൂടി നഷ്ടമാകും. അതുകൊണ്ട് പ്രതാപന്റെ ഇമേജ് കളയാനായിട്ട് വെറുതെ അവളോട് ഇത്തരം കോമ്പറ്റീഷനിലൊന്നും പങ്കെടുക്കരുതെന്ന് പറയാനായിട്ട് രാജുവിനോട് അംബിക പറയുന്നു. അപ്പോഴേക്കും യാമിനി പറഞ്ഞു, അവളുടെ എന്തായാലും ഋതുമോളുടെ ഒരു ആഗ്രഹമല്ലേ, അവള് പങ്കെടുക്കട്ടെന്നേ എന്ന് യാമിനി പറഞ്ഞപ്പോഴേക്കും, അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്, പ്രതാപൻ പറയട്ടെ എന്ന് അംബിക അറിയിച്ചു. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഉടനെ പ്രതാപൻ പറഞ്ഞു, എന്തായാലും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ടാവുന്നോ, എന്റെ ഇമേജിന് അത് കോട്ടം തട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഋതികയുടെ പാചകം അതത്ര മോശമാണെന്നും ഞാൻ പറയുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം രാജുവിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഋതിക ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിച്ചതാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുമ്പ് ഞാൻ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ ആ രുചി അതിപ്പോഴും എന്റെ നാവിലുണ്ട് എന്ന് പ്രതാപൻ അറിയിച്ചു. അതോടെ ഋതികയുടെ ഈ കോമ്പറ്റീഷന് പച്ചക്കൊടി കാട്ടിയ പ്രതാപൻ രാജുവിനോടൊപ്പം അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും ആ സന്തോഷത്തിൽ അങ്ങ് നിൽക്കുമ്പോൾ അംബികയും ദീപകം പ്രതാപന്റെ ഇപ്പോഴത്തെ ഈ സമീപനം ശരിയല്ലെന്നും എങ്ങനെയും രാജുവിനെയും ഋതികയും തമ്മിൽ പ്രതാപനിൽ നിന്ന് തെറ്റിക്കണമെന്നായിരുന്നു അവരുടെ ആലോചന. അതിനെന്താണ് കോമഡി എന്ന് തലപൊഞ്ഞു. അപ്പോഴാണ് ദീപക് പുതിയൊരു പദ്ധതി പ്ലാൻ ചെയ്തത്. പ്രതാപന്റെ കാറിനുള്ളിൽ മനഃപൂർവ്വം
ദീപക് ഒളിപ്പിച്ചു വെച്ച 25 ലക്ഷം രൂപയെക്കുറിച്ച് ഉടനെ തന്നെ ഇൻകം ടാക്സ് ഓഫീസറെ ഇൻഫോം ചെയ്യുന്നു. ഇവിടെ ഇലക്ഷന്റെ ഭാഗമായിട്ട് 25 ലക്ഷം രൂപയാണ് നിർധനരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് പണം നൽകി അവരുടെ വോട്ട് പിടിക്കാനായിട്ട് പ്രതാപവർമ്മ ശ്രമിക്കുന്നത്. മിനിസ്റ്ററുടെ ആ നീക്കത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഇൻഫർമേഷൻ നൽകിയത് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സാറിന് എന്തായാലും എത്രയും വേഗം അതിന് വേണ്ട നടപടി എടുക്കണമെന്ന് ദീപക് അറിയിച്ചു. അത് കേട്ടതും ഉടനെ ഇൻകം ടാക്സ് ഓഫീസർ ചോദിച്ചു, അല്ല നിങ്ങൾ ആരാണ്, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് നൽകാൻ പ്രതാപ് വർമ്മ സാറുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ഉടനെ ദീപക് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. കുറെ നാളായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രവർത്തകനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാനായില്ല. എത്രയും വേഗം സാർ വേണ്ട നടപടികൾ എടുക്കണം. എന്തായാലും അദ്ദേഹത്തിന്റെ കാറിനുള്ളിൽ 25 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. ഇക്കാര്യം ഞാൻ പറഞ്ഞതായിട്ടും സാർ പുറത്താരോടും പറയണ്ട എന്ന് അറിയിച്ചു. അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം ദീപക് വേഗം വീട്ടിലേക്ക് കയറുന്നു. ഉടനെ തന്നെ പോലീസ് ജീപ്പ് ആ വീട്ടുമുറ്റത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ അകത്തേക്ക് കയറി വന്ന ദീപക് മറ്റാരും കാണാതെ ഒരു ജനലിനരികിൽ ചെന്ന് ആ കർട്ടൻ മാറ്റി ഗേറ്റ് കടന്ന് പോലീസ് ജീപ്പ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. ഈ സമയത്ത് രാജു വീട്ടിലേക്ക് എത്തിയതും അവിടുന്ന് പ്രതാപനെയും കൂട്ടി രാജുവും പ്രതാപ് വർമ്മയും കൂടി പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങിയത്. പ്രതാപ് വർമ്മ തന്റെ ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ചും ഷെഡ്യൂളുകളെ കുറിച്ചും ഒക്കെ രാജുവിനോട് സംസാരിക്കുന്നു. എന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അവരിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ദീപക് ആലോചിച്ചു, അല്ലെങ്കിലും ഈ പോലീസുകാർ ഇങ്ങനെയാണ്, കൃത്യസമയത്ത് ഒരു കാര്യവും ചെയ്യില്ല, അവരെപ്പോഴും ലേറ്റായി തന്നെയാ എന്ത് കാര്യത്തിനും ഇറങ്ങുന്നത് എന്ന് ദീപക് അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഗേറ്റ് കടന്ന് ഒരു പോലീസ് ജീപ്പ് വരുന്നത് ദീപക് ശ്രദ്ധിച്ചു. ഓ, എന്തായാലും ആശ്വാസം, കൃത്യസമയത്ത് തന്നെ പോലീസ് എത്തിയല്ലോ എന്ന് സന്തോഷത്തോടെ നിന്നപ്പോ രാജുവും പ്രതാപനും കൂടി കാറിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് വീട്ടുമുറ്റത്ത് ജീപ്പ് വന്നിരുന്നത്. അർജുൻ എന്ന ഇൻകം ടാക്സ് ഓഫീസർ കൂടി പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം വന്ന് തന്റെ കയ്യിലുള്ള ആ അവിടുത്തെ ഇന്ന് നടക്കാൻ പോകുന്ന അവിടുത്തെ റെയ്ഡിനെ കുറിച്ച് ഉള്ള റെയ്ഡിന് വേണ്ടി അനുമതി കിട്ടിയ പേപ്പേഴ്സുമായിട്ട് നേരെ പ്രതാപ് വർമ്മയ്ക്ക് മുന്നിലേക്ക് എത്തി. പ്രതാപ് വർമ്മയുടെ കാര്യങ്ങൾ അറിയിച്ചു. സാറിന്റെ കയ്യിൽ അനധികൃതമായിട്ട് ടാക്സ് വെട്ടിച്ച പണമുണ്ട് എന്നും അത് പണം സാറ് ഇലക്ഷന് വേണ്ടി ജനങ്ങൾക്ക് നൽകി ആ ജനങ്ങളുടെ വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്താൻ പോവുകയാണെന്നുമൊക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടി. അതിന്റെ റെയ്ഡിനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടേക്ക് എത്തിയത് എന്നറിയിച്ചു. ഇത് കേട്ടതും കൃത്യമായ സോഴ്സോടുകൂടിയാണോ നിങ്ങൾ വന്നിരിക്കുന്നത്, കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിട്ട് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു അനോണിമസ് കോൾ ആയിരുന്നു സാർ, എങ്കിലും ഇങ്ങനൊരു കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാതിരിക്കാനാവില്ല സാർ എന്നറിയിച്ചു. അപ്പോഴേക്കും ഉടനെ പ്രതാപം പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടേക്ക് എത്തിയ അംബികയും ദീപക്കും ആ പോലീസുകാർക്ക് നേരെ ചാടി. അതെ, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിരുമ്പോൾ അർജുൻ സാർ കാര്യം ഓർമ്മിക്കണം. സാറിന്റെ വീട്ടില് ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള, സാറിന്റെ ജോലി പോയി കഴിഞ്ഞാലും ജീവിച്ചു പോകാനുള്ള വരുമാന മാർഗമുണ്ടോ എന്ന്, അതിന് പറ്റിയ സാഹചര്യമാണോ എന്ന് കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരാനെന്ന് അംബിക പറഞ്ഞു. അപ്പോഴേക്കും പ്രതാപൻ പറഞ്ഞു, ചേച്ചി ഇവരോട് എന്തിനാ തട്ടിക്കയറുന്നത്, അവർ കൃത്യമായ സോഴ്സോടുകൂടിയാണ് എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്ന് പ്രതാപൻ അറിയിച്ചു. ഉടനെ തന്നെ പുറത്ത് കിടക്കുന്ന കാറ് പരിശോധിക്കാനായിട്ട് അവരെല്ലാ പോലീസും ആ ഓഫീസറും കൂടി പുറപ്പെട്ടു. അവർ കാറ് പരിശോധിക്കുന്നത് കണ്ട് അംബികയും ദീപകും അങ്ങനെ വളരെ സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ ദീപക് മനസ്സിൽ പറഞ്ഞു, അതെ, നിങ്ങൾ ഈ പിന്നിലൊക്കെ പോയി കാറിന്റെ പിൻഭാഗമൊക്കെ ഇങ്ങനെ പരിശോധിക്കാറായി, ഡിക്കിയും ഒന്നും അല്ല നോക്കേണ്ടത്, മുൻ സീറ്റിൽ ഇരിപ്പുണ്ട്, അവിടെ ചെന്നത് എടുക്കടോ എന്ന് മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ദീപക് നോക്കി നിന്നു. എന്നിട്ടും പോലീസുകാർ എല്ലാവരും കാറിനകം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആകെ വിഷമത്തോടെ അവർ പ്രതാപന് മുന്നിലേക്ക് എത്തി. സർ, ഞങ്ങൾക്ക് കിട്ടിയത് ഒരു അനോണിമസ് കോൾ ആയിരുന്നു, അതൊരു ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. സാറിന്റെ വിലയേറിയ നിമിഷങ്ങളും സാറിന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയതിന് ഞങ്ങൾ സാറിനോട് സോറി പറയുന്നു. എങ്കിലും ഇങ്ങനെ ഒരു ഫേക്ക് ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്ത ആൾ ആരാണെന്ന് ഉടനെ തന്നെ ഞങ്ങൾ കണ്ടെത്തുന്നതാണ്. അവനെ ഞങ്ങൾ സാറിന് മുന്നിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യും സർ എന്ന് അർജുൻ അറിയിച്ചു. ഇത് കണ്ടുവന്ന ഉടനെ രാജു പറഞ്ഞു, സാറിന് ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തിയിൽ നിന്ന് സാറിന് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? ഇനി സാറിന്റെ അന്വേഷണം തീർന്നില്ല എന്നുണ്ടെങ്കിൽ, ഇനിയും സംശയമുണ്ടെങ്കിൽ സാറിന് ഈ കാറ് വേണമെങ്കിൽ വെട്ടിപ്പൊളിച്ച് നോക്കാം, അതിനകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന്. പക്ഷെ ഒറ്റൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഈ കാറ് ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. എന്താ സാറിന് സാധിക്കുമോ എന്ന് രാജു ചോദിച്ചു. ഉടനെ അർജുൻ പറഞ്ഞു, സോറി സാർ, ഞങ്ങള് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെയേറെ ഖേദം
പക്ഷേ ഞങ്ങളുടെ ഡ്യൂട്ടി ആയിപ്പോയി സർ എന്ന് പറഞ്ഞതും ഉടനെ പ്രതാപൻ പറഞ്ഞു, ശരി, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് യാതൊരു എതിർപ്പുമില്ല. എന്നാ ഇനി വേറെ സംശയമൊന്നും ഇല്ലല്ലോ എന്ന് അവരോട് ചോദിക്കുമ്പോഴേക്കും ആ 25 ലക്ഷം രൂപ എവിടെ പോയി എന്ന ആശങ്കയായിരുന്നു ദീപകിന്റെ മനസ്സിൽ. ഞാൻ ഒളിപ്പിച്ചു വെച്ച ആ 25 ലക്ഷം പിന്നെ എവിടെ പോയി എന്ന സംശയത്തോടെ ആലോചിച്ച് രാജു നിൽക്കുന്നു. അപ്പോൾ സംശയത്തോടെ ആലോചനയും മുഴുകി ദീപക് നിൽക്കുമ്പോൾ രാജു കൃത്യമായി തന്നെ ദീപകിന്റെ ഈ നീക്കം മനസ്സിലാക്കി ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന 25 ലക്ഷം രൂപ കൃത്യമായി അവിടെ നിന്ന് സേഫായി മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ട് തൽക്കാലം ദീപകിന്റെ ആ പദ്ധതി പൊളിച്ചടുക്കിയതിന്റെ സമാധാനത്തിൽ രാജു നിന്നത്. ഇതേ സമയം ദീപക് പണം നഷ്ടമായത് എവിടെയാണെന്നറിയാതെ ആശങ്കയിൽ അകപ്പെട്ടു. അതിനുശേഷം പ്രതികാ മേഡത്തിനോട് പാചക കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ രാധമ്മയും പ്രിയയും ഒപ്പത്തിൽ നിന്ന് എല്ലാം ഋതിക മേഡത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ഈ വിവരം ഉടൻ തന്നെ രമ്യ അംബികയെ വിളിച്ചറിയിക്കുന്നു. ഋതിക ഇങ്ങനെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ള വിവരം താൻ അറിഞ്ഞുവെന്നും എന്തായാലും ആ കോമ്പറ്റീഷനിൽ അവൾ പങ്കെടുത്താലും ഒരിക്കലും അവൾക്ക് പ്രൈസ് കിട്ടാൻ പോകുന്നില്ല. അവള് തലയിൽ തുണിയിട്ടുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ച ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് അംബിക രമ്യയ്ക്ക് കൊടുക്കുന്നു. എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞാണ് ഇപ്പോൾ ഞാൻ രാജുവിന്റെ കുടുംബത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. രാജുവിന്റെ കുടുംബവുമായിട്ട് എന്റെ കുടുംബത്തോടുള്ള ഒരു ബാധ്യത, അങ്ങനെ ഒരു കടപ്പാട് നിലനിർത്തുന്നത് ഈ ഒറ്റ കാരണത്താലാണ്. ഇത് എങ്ങനെയും അവർ ഇതിൽ നിന്ന് ഊരിപ്പോയാൽ പിന്നെ ഒരു കാര്യവും നടക്കില്ല എന്ന് രമ്യ അംബിക ഓർമ്മപ്പെടുത്തുമ്പോ അംബിക പറഞ്ഞു, രമ്യ നീ പേടിക്കണ്ട, ഈ കോമ്പറ്റീഷനിൽ എന്തായാലും അവൾക്ക് വിന്നർ ആവാൻ കഴിയില്ല. എന്താ അത് ഞാൻ പറഞ്ഞ് റെഡിയാക്കിയ പോരെ എന്ന് അംബിക രമ്യയ്ക്ക് വാക്ക് നൽകുന്നു.